ഹായ്, വെൽക്കം ബാക്ക്. കുറച്ച് നാളായി നമ്മളെന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അങ്ങനെ കുറേ അധികം മടി. ഇപ്രാവശ്യം നമ്മളൊരു ടെക് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. കുറേ ആൾക്കാർ ലോക്ക്ഡൗൺ സമയത്തും അല്ലാതെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് വൈഫൈ കോൺഫിഗറേഷൻ, റൗട്ടർ കോൺഫിഗറേഷൻ, അതിൻ്റെ സെക്യൂരിറ്റി. ഇപ്പം എന്താ പറയുക, അത്ര വലിയ IT-കാരൊന്നും അല്ല, സാധാരണ ആൾക്കാരാണ്. അവർക്ക് സംശയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വയർലെസ് എന്നൊക്കെ പറയുന്ന തന്നെ എനിക്ക് പറമ്പിലും കിട്ടും, അപ്പോൾ അപ്പുറത്തെ വീട്ടിലും കിട്ടില്ലേ, അപ്പുറത്ത് എനിക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ കരുതി ഞാനിപ്പോൾ ഒരു വയർലെസ് റൗട്ടർ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡിവൈസ് മാത്രം. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊന്നുമല്ല. ഇത് ഒരു ടെൻഡ AC 1200 AC 1200 കറക്റ്റ്. ഈ ഒരു മോഡൽ റൗട്ടറാണ്. എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 4 ആന്റിനാസ് ഒക്കെയുള്ള ഒരു സ്പേസ് ഷിപ്പ് മോഡലുള്ള ഡിസൈനുള്ള ഡിവൈസാണ്. അപ്പം ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇതിനകത്ത് എനിക്ക് തോന്നിയ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സെക്യൂരിറ്റി ആസ്പെക്ട്സും കുറേ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒരു വയർലെസ് റൗട്ടർ എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ റൗട്ടേഴ്സും സ്പെസിഫിക്കലി ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് കോൺഫിഗർ ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ. പക്ഷേ ഇപ്പോഴത്തെ മിക്ക റൗട്ടേഴ്സും പറയുന്നത് ലാൻ കേബിളിലൊന്നും ആവശ്യമില്ല, അവരൊരു QR കോഡ് ഇവിടെ നമുക്ക് തരും. ഡിവൈസിൻ്റെ കൂടെയും കാണും QR കോഡ്. ഒരു ആപ്ലിക്കേഷൻ അവരുടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഒരു ലാൻ കേബിളും ഒരു PC ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പുതിയ ടെക്നോളജിയും കാര്യങ്ങളും പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ടെക്നോളജി എന്തായിരുന്നു അതിൻ്റെ പേര്? MU-MIMO, മൾട്ടി യൂസർ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഡ്യുവൽ ബാൻഡ് ജിഗാബിറ്റ് വൈഫൈ റൗട്ടർ. ഇതൊരു ജിഗാബിറ്റ് റൗട്ടറാണ്. 100 Mbps സീരീസ് അല്ല, ജിഗാബിറ്റ് ആണ്. 1000 Mbps പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൗട്ടറാണ്. ഇപ്പം നമ്മൾ റൗട്ടർ മേടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൾട്ടി യൂസർ ഫീച്ചർ ഉണ്ടോ എന്നുള്ളതാണ്. ബാക്കിയുള്ള നോർമൽ സെക്ഷനൊക്കെ ഓൾമോസ്റ്റ് ഷെയർഡ് ആണ്. നമുക്ക് സ്പീഡും കാര്യങ്ങളും തോന്നും, ഒരു 54 Mbps അല്ലെങ്കിൽ അതുപോലുള്ള സ്പീഡൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും അതൊരു പെർഫെക്റ്റ് അല്ല. അതിനൊരു റേഷ്യോ ഉണ്ട് ഓരോ ബാൻഡ് വിഡ്ത്തിന്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 180 Mbps ആണ്. 190 വരെയൊക്കെ പോകും. 190 Mbps ആണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ റൗട്ടർ നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പെർഫോമൻസ് കിട്ടില്ല. നമ്മുടെ ഇന്റർനെറ്റ് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പെർഫോമൻസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൗട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടിയ ഒരെണ്ണമാണ് AC 1200 എന്നുള്ള ഈ ടെൻഡ സീരീസ് റൗട്ടർ. ഓക്കെ, ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇത് മാത്രമല്ല ജനറലായിട്ട് വരുന്ന ഏത് വൈഫൈ റൗട്ടേഴ്സും എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ടെൻഡ 1200 സീരീസ് AC 10 എന്നാണ് സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ പേര്. ഇതിന്റെ ബാക്കിൽ ഒരു പവർ ബട്ടൺ കാണും, ഒരു വാൻ, അത് നമ്മളുടെ സർവീസ് പ്രൊവൈഡറിന്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് കാണും. 1 2 3 3 പോർട്ട് എന്ന് പറയുന്നത് ജിഗാബിറ്റ് പോർട്ടാണ് അതെല്ലാം വരുന്നത്. പിന്നെ വൈഫൈന്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഒരു റീസെറ്റ് സ്വിച്ച് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി ഇത് ആക്സസ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞു, മുമ്പ് നമ്മൾ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ലേബിൾ കാണും. എല്ലാ റൗട്ടേഴ്സിന്റെയും ബാക്ക് സൈഡിലുള്ള ലേബിൾ കാണും. ഇതിൽ അവിടെ ഒരു IP അഡ്രസ്, ഒരു 192 സീരീസ് IP അഡ്രസ് കാണും. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ യൂസർ നെയിമും പാസ്വേഡും കാണും. പക്ഷെ ഈ സീരീസിലുള്ളതൊക്കെ വരുന്നത് ഒരു വൈഫൈ നെയിമാണ്, ഒരു SSID, സർവീസ് ഐഡന്റിഫയർ എന്നൊരു SSID നെയിം കാണും. വൈഫൈ നെയിം സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരു പാസ്വേഡ് കാണും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വൈഫൈ ഇപ്പം മൊബൈൽ, അപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും മൊബൈലല്ലേ ഇപ്പോൾ. അപ്പോൾ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നിട്ടായാലും നമുക്ക് ഈ വൈഫൈ, ഈ ഡിഫോൾട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഈ ഡിവൈസിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ആപ്പ് വരുന്നുണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, iOS-ലും അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് റിമോട്ട് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ വൈഫൈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇന്റർഫേസ് എടുത്തിട്ട് എങ്ങനെ ഇതിനെ കോൺഫിഗർ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ SSID വൈഫൈ നെയിം അവിടെ കാണും. നമ്മുടെ മൊബൈലിൽ വൈഫൈയുടെ ഇത് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു പാസ്വേഡ് ചോദിക്കും. അവിടേക്ക് നമുക്ക് ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെയിം ഓപ്ഷൻ തന്നെ, പക്ഷെ ഇത് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കോൺഫിഗർ ചെയ്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഡിവൈസാണ്. ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാനായിട്ടും ഇത് കാണിക്കാനായിട്ടും മാത്രം. എൻ്റെ പോർട്ടൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. നല്ല റേഞ്ച് ഉള്ള സെക്ഷനാണ്. ഇത് ഡ്യുവൽ ബാൻഡ് ആണ്. ഡ്യുവൽ ബാൻഡ് എന്ന് പറയുമ്പം ഇതിനകത്തൊരു 2.5 GHz വരും, ഒരു 5 GHz, 2 ചാനൽ സൈമൾട്ടേനിയസ് ആയിട്ട് പാരലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ 5-ൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 120 Mbps 130 Mbps മുകളിലൊക്കെ നമുക്ക് കണക്ഷൻ സ്പീഡ് കിട്ടും. നോർമൽ ഒരു 2.4 നമ്മുടെ ട്രഡീഷണൽ വൈഫൈ സെക്ഷൻ ആണെങ്കിൽ നമ്മുടെ ലെഗസി ഡിവൈസസ് ആൾമോസ്റ്റ് ഇവിടെ ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം 5 എന്ന് പറയുന്നത് ഒരു AC സ്റ്റാൻഡേർഡ് വൈഫൈയുടെ 802.11 AC സ്റ്റാൻഡേർഡ് വരും. A ഉണ്ട്, B ഉണ്ട്, G ഉണ്ട്, N ഉണ്ട്. ഇപ്പം AC സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ 5 GHz സ്പീഡ് വരുന്ന ട്രാൻസ്മിഷൻ പവർ വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇതൊന്നും മാത്രമല്ല, ടെൻറ്റ മാത്രമല്ല, ഏത് വൈഫൈ ഡിവൈസ് ആയാലും എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് നമുക്കിതിലൂടെ പഠിക്കാം. ഇതിന് കമ്പയർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഞാൻ മറ്റൊരു എൻ്റെ MIയുടെ ഡിവൈസ് ഇരിപ്പുണ്ട്. MI 4C അല്ല 3C, എൻ്റെ 3C സീരീസ് ഒരു റൗട്ടർ ഇരിപ്പുണ്ട്. അതും കാണിച്ചു തരാം മറ്റൊരു വീഡിയോയിൽ. ഇതിന് മുമ്പ് ഞാൻ കുറച്ച് നാളൊരു D-Link യൂസ് ചെയ്തിരുന്നു. D-Link ആക്ച്വലി അതൊരു UAE പ്രൊഡക്റ്റ് ആണ്. ശരിക്കും അത് എനിക്ക് കിട്ടിയത് അതൊരു എത്തിസലാത്തിന്റെ കസ്റ്റമൈസ്ഡ് സെക്ഷൻ ആയിരുന്നു. പിന്നെ അത് ഞാൻ സ്റ്റോക്കിലോട്ട് D-Linkന്റെ റൗട്ടറാണ്, പക്ഷെ ഞാൻ സ്റ്റോക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആന്റിന ഇല്ല. അത് 650 സീരീസ് ഒരു റൗട്ടറായിരുന്നു. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫസ്റ്റ് TP-Link ആയിരുന്നു. പക്ഷെ എൻ്റെ ഇന്റർനെറ്റിന്റെ ബാൻഡ് വിഡ്ത്ത് കൂടിയ ശേഷം അതൊരു 300 Mbps റേറ്റ് വരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. അപ്പോൾ അതിനത്ര പെർഫോമൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ D-Link ഇടയ്ക്ക് യൂസ് ചെയ്തു. അത് ഞാൻ താഴത്തെ എൻ്റെ ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ എടുത്ത് സ്റ്റോക്ക് ആക്കി യൂസ് ചെയ്തതാണ്. അവരത് ദുബായിൽ അബുദാബിയിൽ യൂസ് ചെയ്തിരുന്ന സാധനമാണ്. അത് ഞാൻ സ്റ്റോക്ക് ആക്കി D-Linkന്റെ റോ സെക്ഷൻ ആക്കിയതിന് ശേഷമാണ് യൂസ് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ 3C MIയുടെ. അത് കുറച്ച് ഇന്റർഫേസ് ഒക്കെ കുറച്ച് കൂൾ സെറ്റപ്പാണ്. കുറച്ച് ട്രാഫിക് മോണിറ്ററിങ്ങും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് അത് ഒരു എന്താ പറയുക, ഒരു കൂൾ ലുക്ക് ഡിവൈസാണ്. അതിൻ്റെ പെർഫോമൻസ് ഇതേപോലെയാണ്. 300 Mbps സെക്ഷൻ വരുന്നുണ്ടേ അത് നമ്മുടെ ഇന്റർനെറ്റിന് അത് അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു യൂട്ടിലൈസേഷൻ കിട്ടില്ല, ആ പെർഫോമൻസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ടെൻഡയിലേക്ക് മാറി. ടെൻഡ ആൾമോസ്റ്റ് ഗുഡാണ്. അതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് ഒരു തവണ നെറ്റ് ഗിയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നെറ്റ് ഗിയറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കോൺഫിഗറേഷൻ സേവ് ചെയ്യാൻ നോക്കിയാൽ അത് റീബൂട്ട് ആവും. റീബൂട്ട് ആയതിനു ശേഷമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും മീറ്റിംഗിലിരുന്ന് QoS മോഡിഫൈ ചെയ്തുകൊണ്ടിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. QoS ഓക്കെ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് അത് റീബൂട്ടായി, സേവ് ചെയ്യാൻ കൊടുത്തു, അത് റീബൂട്ടായി. സോ ഞാൻ ആ ഡിവൈസിനെ ഞാൻ ഒഴിവാക്കി, നെറ്റ് ഗിയറിനെ അങ്ങ് ഒഴിവാക്കി. പിന്നെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റാണ് ടെൻഡ. അപ്പം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. പെർഫോമൻസ് വൈസ് ഓക്കെ, ഫൈൻ, ഞാൻ ഹാപ്പിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ദ കോൺഫിഗറേഷൻ പാർട്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് വൈഫൈ അല്ലെങ്കിൽ ലാന് നമ്മൾ കണക്ട് ചെയ്യണം. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ
നെറ്റ്വർക്ക് പ്രിഫറൻസ് വൈഫൈ കണക്റ്റഡ് ആണ്. ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് അബി അബ്നോർമൽ എന്നൊരു SSID ആണ്. അതർ നെറ്റ്വർക്ക്സ് നോക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്കിവിടെ കുറേ അബി നോർമൽ ഉണ്ട്, ജാക്ക് ഉണ്ട്, ജാക്ക് ഏതാണെന്ന് അറിയില്ല, റാം 5G ഉണ്ട്, അറിയില്ല, വിവോ സംതിങ് ഉണ്ട്, ട്രൈമി, അങ്ങനെ കുറേ വൈഫൈൻ്റെ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ആയി വരും. നോർമൽ കോൺഫിഗറേഷൻസിൽ ഇതെല്ലാം ഡിസ്പ്ലേ ആയിട്ട് വരും. നമുക്കിതിനകത്ത് ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണക്ട് ചെയ്യാം, പക്ഷേ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊരു ഹാക്കിംഗ് നോളജും കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. ചില ആൾക്കാർ കോമൺ പാസ്വേഡ്സ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറേ ഹാക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വൈഫൈ ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു സെക്യൂരിറ്റി ടിപ്സും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സെക്ഷനിൽ നമ്മൾ ഇപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൈഫൈ സെക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ ഡിവൈസിൽ കാണുന്ന വേറെ നെയിമാണ്, അത് ഇനിഷ്യൽ ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആദ്യം മുതലെല്ലാം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കപ്പ് റിസ്റ്റോർ ചെയ്യേണ്ടി വരും, കുറേ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്, എൻ്റെ എക്സിസ്റ്റിംഗ് സെഷനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് ടിപ്പിക്കലി ഒരു ഡൗട്ട് വരും, ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിവൈസിൻ്റെ അഡ്രസ്സ് എങ്ങനെയായിരിക്കും എന്ന് ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ പോവുക. ഇതിപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മാക്കാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കമാൻഡ് ഇഫ് കോൺഫിഗ് എന്ന് പറഞ്ഞ് വരും. ഇഫ് കോൺഫിഗ് നമ്മൾ എടുത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ IF config ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ അഡാപ്റ്റേഴ്സിൻ്റെ ഇത് വരും, നെയിം വരും. അതിൽ നമ്മളുടെ അഡാപ്റ്റർ എന്നുള്ളത് EN0 ആണ്. EN0ൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നിരിക്കുന്നത് 192.168.255.241 ആണ്. അപ്പം ഇതിൻ്റെ അഡ്രസ്സ് ഈ പറഞ്ഞ അഡ്രസ്സായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്നുള്ളതാണ് നമ്മളുടെ റൗട്ടറിൻ്റെ അഡ്രസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ സീരീസ് വരുമ്പം ഇത് ടിപ്പിക്കലി 192.168.255.1 ആകാം. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ 255.255 ആണ്. സോ ഇത് ടിപ്പിക്കലി ഇതിൻ്റെ അഡ്രസ്സ് .1 ആയിട്ട് വരും. അപ്പോൾ .1 വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം നിങ്ങളൊരു വിൻഡോസ് മെഷീൻ ആണെങ്കിൽ, ഇവിടെ എനിക്ക് ഒരു വിൻഡോസിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു വെർച്വൽ ഡിവൈസ് ഉണ്ട്. സോ അതിൽ നമ്മൾ പോവുകയാണെങ്കിൽ, വിൻഡോസ് ആണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, IP config. നേരത്തെ നമ്മൾ ഇഫ് കോൺഫിഗ് ആയിരുന്നു, ലൈനക്സിലും മാക്കിലും ഒക്കെ ഇഫ് കോൺഫിഗ് ആണ്. ഇവിടെ നമുക്ക് വിൻഡോസിലാണെങ്കിൽ IP config. കറക്റ്റ്. ഇവിടെ ഇതിന് കിട്ടിയേക്കുന്ന IP അഡ്രസ്സ് 192.168.255.214. ഇതിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്നുള്ളത് 192.168.255.1. അപ്പോൾ നമ്മുടെ റൗട്ടറിൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? ഈ ഡിഫോൾട്ട് ഗേറ്റ് വേയുടെ അഡ്രസ്സ് ആയിരിക്കും റൗട്ടറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 192.168.255.1 എന്ന് ഒരു ബ്രൗസർ, അത് മോസില്ല ആയിക്കോട്ടെ, ക്രോം ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ വൈഫൈൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. ഇപ്പം ഡിഫോൾട്ട് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് കോൺഫിഗർ ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ കമ്പനി തന്നെ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞിരിക്കും. ടിപ്പിക്കലി അത് അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിൻ പാസ്വേഡ്, അതല്ലെങ്കിൽ യൂസർ നെയിം അഡ്മിൻ മാത്രമേ കാണുള്ളൂ, പാസ്വേഡ് ബ്ലാങ്ക് ആയിരിക്കും. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരാം. അത് ഡിവൈസിൻ്റെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ്സ് എങ്ങനെയാണ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഡീലിംഗിൽ ഐ തിങ്ക് അത് അഡ്മിൻ തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ഓരോ ഡിവൈസിലും അതിൻ്റേതായിട്ടുള്ള കോൺഫിഗറേഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഫസ്റ്റിലെ കാണുന്ന ഇൻ്റർഫേസ് ഒരു ലോഗിൻ ഇൻ്റർഫേസ് ആണ്. ടെൻഡായിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നില്ല, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പക്ഷേ പാസ്വേഡ് എപ്പോഴും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ഡിവൈസുകളിൽ പലതിലും ഇത് പകരം ഡോട്ട് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. ഇപ്പം ഞാനെൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനത് മാസ്ക് ചെയ്യും,
പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാലും അത് റീസെറ്റ് ചെയ്യാനുള്ള, ഡിവൈസിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസിൽ റീസെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ മൊത്തവും വൈപ്പ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഡിഫോൾട്ട് കോൺഫിഗറേഷൻ, ഫാക്ടറി കോൺഫിഗറേഷനിലേക്ക് മാറും. ഇപ്പം ഞാനിവിടെ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പോൾ എൻ്റെ വൈഫൈ റൗട്ടറിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് ഓരോ ടാബുകളായിട്ട് പോകാം. ഫസ്റ്റ് ഇൻ്റർനെറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് ഡ്യുവൽ ബാൻഡ് റൗട്ടറാണ്. ഇതിൻ്റെ 2 ബാൻഡ് സൈമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യും. ഒന്ന് 2.4 GHz, അതിന് ഞാൻ കൊടുത്തേക്കുന്ന പേര് abi_normal എന്നുള്ളതാണ്. ഇനി ഒരു 5 GHz ബാൻഡ് ഉണ്ട്, അതാണ് abi_abnormal എന്ന് കണ്ടത്. ഈ 2 ബാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ വൈഫൈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ abi_abnormal എന്നൊരു നെറ്റ്വർക്ക് കാണാൻ പറ്റും, abi_normal കാണാൻ പറ്റും. ഇപ്പം ഞാൻ abi_abnormal ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് ഞാനൊന്ന് നോക്കാം. $160 Mbps ആണ് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ്. അത് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് abi_abnormal ഞാൻ ഇനി abi_normal കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഷോ പാസ്വേഡ് കൊടുത്ത പാസ്വേഡ് കാണാൻ പറ്റും. റിമെമ്പർ ദിസ് നെറ്റ്വർക്ക് പറയുന്നുണ്ട്, കാരണം എനിക്കിത് ഞാനത് യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. abi_normal ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് fast.com എടുത്തിട്ട് വീണ്ടും നമുക്ക് സ്പീഡ് നോക്കാം. ഡിഫറൻസ് കണ്ടില്ലേ? നമ്മൾ abi_abnormal ഇട്ട് കണക്ട് ചെയ്തപ്പം 160 Mbps ക്ലോക്ക് കാണിച്ചു. ഇവിടെ നമുക്ക് 55 Mbps മാത്രമേ ക്ലോക്ക് കാണിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലോ 2.4 GHz 5 GHz ഡ്യുവൽ ബാൻഡ് റൗട്ടറും എന്താണെന്ന്. നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ മാറ്റിയിട്ടില്ല. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ 160-190 Mbps ACTൻ്റെ പ്ലാനാണ്. അതിനകത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ ആകെ ചെയ്തത് റൗട്ടറിൻ്റെ ബാൻഡ് മാത്രം നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. 2.4 5 GHz നമ്മൾ സ്വിച്ച് ചെയ്തു. 5 GHz നമ്മൾ സ്വിച്ച് ചെയ്തപ്പോൾ നമുക്ക് 160 Mbps സ്പീഡിൻ്റെ ഇത് റേഷ്യോ കിട്ടി. നമ്മളത് 2.4 ആക്കിയപ്പോൾ ഒരു 54 Mbps റേഷ്യോ കിട്ടി. ഇതൊന്നും ഒരു പെർഫെക്റ്റ്ലി ഒരു 100% ആക്യുറേറ്റ് ആയിരിക്കില്ല. 10 or 20 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയും തിരിഞ്ഞും വരും. ബട്ട് സ്റ്റിൽ ഡ്യുവൽ ബാൻഡ് റൗട്ടറിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ MIMO ടെക്നോളജി, ഇതാണ് MIMO, മൾട്ടി യൂസർ മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ടെക്നോളജി ഫോർ മൾട്ടി പാത്ത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. So explanation പറഞ്ഞേക്കുന്നത് in which multiple users or terminals each radially over one or more antennas communicate with one another. What is MIMO technology? മൾട്ടിപ്പിൾ ഡിവൈസ് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ ഡിവൈസിനും വേണ്ടുന്ന സിഗ്നലും കാര്യങ്ങളും എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകാൻ പറ്റും. അപ്പം നമുക്ക് എന്താ പറ്റും, ഓരോ ഡിവൈസിനും ഇപ്പോൾ ഷെയർഡ് അല്ലാത്ത രീതിയിൽ ഓരോ ഡിവൈസിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത്തോ അല്ലെങ്കിൽ ചാനൽ അല്ലെങ്കിൽ പാത്ത് കാണാം. അപ്പോൾ പെർഫോമൻസ് ടിപ്പിക്കലി ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്സിലറേറ്റ് ചെയ്യും.
ഇവിടെയൊക്കെ കുറേ നെറ്റ്വർക്ക് വേൾഡും കുറേ കാര്യങ്ങൾ കുറേ നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിമോൻ്റെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെർച്ച് ചെയ്യാം. ബട്ട് മിമോ ഈ പറഞ്ഞ മൾട്ടി യൂസർ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്നുള്ളതൊരു അപ്കമിങ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇനിയുള്ള ആൾക്കാർ വൈഫൈ റൗട്ടേഴ്സ് മേടിക്കുന്ന അവർ ടിപ്പിക്കലി ഈ പറഞ്ഞ ഡ്യുവൽ ബാൻഡ് റൗട്ടേഴ്സിൻ്റെ കേസ് നോക്കുക, ജിഗാബിറ്റ് പോർട്ട് നോക്കുക, മൾട്ടി യൂസർ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഫീച്ചർ നോക്കുക. പിന്നെ ഞാൻ കണ്ട ഒരു അഡീഷണൽ ഫീച്ചറാണ് USB കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. USB കണക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത്, നിങ്ങളൊരു പെൻ ഡ്രൈവിൽ ഒരു മൂവി അല്ലെങ്കിൽ കുറച്ച് മൂവി കോപ്പി ചെയ്ത് ആ ഒരു ഫീച്ചറുള്ള അല്ലെങ്കിൽ ആ USB സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു USB ആക്സസ് ഫെസിലിറ്റി ഉള്ള റൗട്ടറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ആ പെൻ ഡ്രൈവിലെ ഡീറ്റെയിൽസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചുമ്മാ അത് കോപ്പി ചെയ്ത് കൊടുക്കേണ്ട, എല്ലാവരുടെയും ലാപ്ടോപ്പിലോ മൊബൈലിലോ. ഇപ്പം ഒരു വീട്ടിൽ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടൈമിൽ ഒരു മൂവി കാണണം. അപ്പോൾ എപ്പോഴും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കോപ്പി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം നിങ്ങളൊരു പെൻ ഡ്രൈവിലാക്കിയിട്ട് ഈ റൗട്ടറിൽ കണക്ട് ചെയ്യുന്നു. ഈ റൗട്ടറിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് ആ പറഞ്ഞ ഫിലിം ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റും, മ്യൂസിക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് സാധനവും ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ പ്രിൻ്റർ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള ഷെയർഡ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും സ്റ്റോറേജ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഹാർഡ് ഡിസ്ക് വരെ കണക്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ജനറലി നമ്മൾ ഇനിയിപ്പോൾ ഒരു വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ ഒരു വൈഫൈ ഡിവൈസ് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് നമ്മൾ നോക്കുമ്പം മെയിനായിട്ട് വേണ്ടുന്ന ടെക്നോളജീസ് ഇങ്ങനെയുള്ളതാണ്. ഞാൻ പറഞ്ഞു ടെൻഡായ്ക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടെൻഡായ്ക്കകത്ത് നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫീച്ചറാണ് ടെൻഡയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്, റൗട്ടറുണ്ട്, ഓൺലൈൻ 7. എൻ്റെ 7 ഡിവൈസ് എൻ്റെ ഓൺലൈനായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ OnePlus 60 മൊബൈലാണ്, ഒന്നെൻ്റെ ഡെൽ ലാപ്ടോപ്പാണ്, എൻ്റെ ടാബുണ്ട്, ഇത് എൻ്റെ സ്മാർട്ട് ബൾബാണ്, ഇതൊരു എൻ്റെ ഒരു ഫോണാണ്. ഇതെനിക്കൊന്ന് 5T ആയിരിക്കും, വേറെ ഡിവൈസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇതോ എൻ്റെ ഇപ്പോൾ വിൻഡോസ് മെഷീൻ നമ്മളൊരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, വിൻഡോസ് മെഷീനാണ്. ഇത് നമ്മുടെ ലാപ്ടോപ്പ്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മൈ ഫോൺ എനിക്കത്ര വലിയ ഉറപ്പൊന്നുമില്ല ഈ മൈ ഫോൺ എന്താണെന്നുള്ളതെങ്കിൽ നമുക്ക് ഈ മൈ ഫോണിനെ ബ്ലാക്ക് ലിസ്റ്റിൽ, ഞാൻ ആ മൈ ഫോൺ എന്താണെന്ന് എൻ്റെ മൊബൈലിൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. യെസ് 205 എന്നുള്ളത്, അതെ 205 എന്നുള്ളത് എൻ്റെ OnePlus 5T മൊബൈലാണ്, അതാണ് അത് കാണിച്ചിരിക്കുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് ഏതൊക്കെ ആരൊക്കെ ഇനി ഡിവൈസസ് കണക്ട് ചെയ്തേക്കുന്നു എന്ന് അറിയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഡിവൈസ് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഡിവൈസ് ആണെങ്കിൽ അതിനെ ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ലിസ്റ്റിൽ പോകും, അത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിവൈസസ് ഓൺലൈൻ ആയിട്ടുള്ളത്, ടു ഡ്യുവൽ ബാൻഡ് റൗട്ടർ ചാനൽസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടെ നമ്മൾ റൗട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ സിസ്റ്റം ടൈം കാണിക്കുന്നുണ്ട്. അപ് ടൈം 44 മിനിറ്റ്സ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തായിരുന്നു, അതാണ് അപ് ടൈം 44 മിനിറ്റ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാലും അപ് ടൈം മാറും. ഇത് ഫേംവെയർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഫേംവെയർസ്. നമ്മൾ എപ്പം ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും ലേറ്റസ്റ്റ് ഫേംവെയർ ആയിരിക്കണം. വിൻഡോസ് ആണെങ്കിൽ ലേറ്റസ്റ്റ് പാച്ചസ് ഇൻസ്റ്റാൾ ചെയ്യണം, ആൻറ്റിവൈറസ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാച്ചസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഓപ്ഷൻസ് ആണ്. ഇപ്പം നമ്മൾ കുറച്ച് കാലം മുമ്പ് പൈറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കുറേ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലാതെയും ഒക്കെ നമ്മൾ ചൈനീസ് ആപ്ലിക്കേഷൻസും ചിലപ്പോൾ ഒരു പക്ഷേ ടിപ്പിക്കലായിട്ടുള്ള എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ആസ്പെക്ട്സ് കാണും എന്നുണ്ടെങ്കിലും എല്ലാ ആപ്ലിക്കേഷൻസിലെയും ഡേറ്റ പോകുന്ന അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യുന്ന സെർവേഴ്സ് അത് പുറത്താണെങ്കിൽ അവിടുത്തെ ലോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഫ്രീ കിട്ടുന്നുണ്ട്.
അതിനകത്ത് ആഡ് അവരെന്തിനാണ് ചുമ്മാതെ ആപ്ലിക്കേഷൻസ് തരുന്നത്? ഒന്ന് അവർക്ക് ആഡിൻ്റെ വരുമാനമുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ വരുമാനമുണ്ട്. ദെൻ ടിപ്പിക്കലി ഡേറ്റയാണ് ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം. ഡേറ്റയാണ്. അത് നിങ്ങളുടെ ഫേസ് ആയിക്കോട്ടെ, ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ എന്ത് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡേറ്റയാണ്. ഇനി അങ്ങോട്ട് ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും ഡേറ്റ തന്നെയാണ്. നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെല്ലുമ്പം അവർ ചിലപ്പം 1-2 കോപ്പി എടുക്കും, നിങ്ങളുടെ ഐഡൻറ്റി കാർഡിൻ്റെ എടുക്കും. ആ ഐഡൻറ്റി കാർഡിലുള്ള ഡീറ്റെയിൽസ് അവർക്ക് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പം ഇത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇടുകയാണെങ്കിൽ അത് ക്രഷ് ചെയ്ത് കളയുന്ന ആൾക്കാർ കാണും, അതല്ലെങ്കിൽ പുറത്ത് കൊടുക്കുന്ന ആൾക്കാർ കാണും. ഇപ്പം നമ്മളിവിടെയൊക്കെ ബാംഗ്ലൂരിലൊക്കെ മാളുകളിൽ ചെല്ലുവാണെങ്കിൽ ഗിഫ്റ്റ് വൗച്ചേഴ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നിൽക്കും. സർ ഈ കൂപ്പൺ പൂരിപ്പിച്ചിടൂ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്? ഈ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഡേറ്റ ഒരു സെല്ലിംഗ് ആയിട്ടുള്ള സെഷനാണ്. അത് ടെലികോളേഴ്സ്, ചില ടെലികോളേഴ്സ് വരത്തില്ലേ, പേഴ്സണൽ ബാങ്കിങ്, പേഴ്സണൽ ലോണ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇവർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നമ്പർ കിട്ടുന്നത്? ഒരിക്കലും നിങ്ങളുടെ പ്രൊവൈഡർ ഈ നമ്പർ കൊടുക്കില്ല. പിന്നെ കിട്ടാവുന്ന ഓപ്ഷൻസ് ആണ് ഇതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഫോംസ്. അവിടെ നിന്നാണ് ഈ ഡേറ്റ നിങ്ങളുടെ ഡേറ്റ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അല്ലാതെ കണിയാനെ വിളിച്ചിരുത്തി നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അസ്ട്രോളജർക്കൊന്നും വന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ, അത് ഇത്രയും ആൾക്കാരുടെ. അപ്പം മേക്ക് ഷുവർ ഇനിയുള്ള സമയത്തായാലും നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊരു ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഡാമേജ്, നിങ്ങളുടെ ഫോട്ടോ ആയാൽ തന്നെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് വളരെ സെക്യൂറായിട്ട് സൂക്ഷിക്കുക. ഫോണിലും ലാപ്ടോപ്പിലും ഒന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഐ തിങ്ക് 6 months അല്ലെങ്കിൽ 1 വർഷത്തിന് മുമ്പ് മൈക്രോസോഫ്റ്റോ ഗൂഗിളോ അവരുടെ ഒരു വലിയൊരു ഡേറ്റാബേസ്, എത്രയോ TB, എത്രയോ സൈസുള്ള ഫേസ് റെക്കഗ്നീഷനുള്ള ഫേസ് ഡീറ്റെയിൽസ് അവർ ഡെസ്ട്രോയ് ചെയ്തു. അതൊക്കെ എക്സ്പെരിമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലേ, ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലായാലും നിങ്ങളുടെ ഫേസ് അൺലോക്ക്, ഈ ഫേസ് അൺലോക്കിൻ്റെ അൽഗോരിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഒരുപാട് ടെസ്റ്റ് ആൻഡ് ട്രയൽ ആൻഡ് എറർ റൺസ് നടത്തി ഇതേപോലെ ഫേസ് ഡേറ്റ വെച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് ടിപ്പിക്കലി എല്ലാം ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ബാൻ ചെയ്യുമ്പോൾ നമ്മളൊരു തെറി പറയും. പക്ഷേ നിലവിൽ പല സെക്ഷനിലും നമ്മുടെ പല ആൾക്കാരും ചെയ്തേക്കുന്ന വീഡിയോസും കാര്യങ്ങളുമൊക്കെ മറ്റു പല ടൈറ്റിലുകളിലും മറ്റു പല സൈറ്റുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ടിപ്പിക്കലി ചില സൈറ്റുകൾ, അങ്ങനെയുള്ള പല സൈറ്റുകളും നമുക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. നമ്മുടെ ഏഷ്യ പസഫിക് റീജിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ റീജിയനിൽ ചിലപ്പോൾ അത് ആക്സസിബിൾ ആയിരിക്കില്ല. പക്ഷെ മറ്റു പല ലൊക്കേഷൻസിലും ഡാർക്ക് നെറ്റിലുമൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് ആയാലും ശരി, അവരുടെ ഡാൻസ് ആയാലും ശരി, ഇതൊക്കെ മറ്റൊരു രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഒരേപോലെയല്ല. ഇതൊക്കെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ കൈകളിലേക്ക് ഇതൊക്കെ എത്തിപ്പെടും. അത് എത്തിപ്പെട്ടിട്ടുണ്ട്, കുറേ എത്തിപ്പെട്ടിട്ടുണ്ട്. പല സൈറ്റുകളും നമ്മുടെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കാരണം ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ആക്സസിബിൾ ആയിരിക്കും. അത് VPN പോലുള്ള കണക്ഷൻസ് നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്കും അത് കാണാൻ പറ്റും. അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പല പല ടൈറ്റിലുകളിൽ ഇപ്പം നമ്മൾ കുറേ നാൾ മുമ്പ് കേട്ടു പല ഫിലിം ആക്ടേഴ്സിൻ്റെയൊക്കെ മോഫ് ചെയ്തിട്ടൊക്കെ കാണിക്കുന്ന, അതൊന്നും അവരൊന്നും അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അവരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കുക. അതൊരു ഫസ്റ്റ് കാര്യം. നമ്മളിപ്പോൾ ഫെയർവെയറിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് അത്രയും സെക്യൂരിറ്റി ഓപ്ഷൻസിലേക്കും അല്ലെങ്കിൽ ത്രെഡ്സിലേക്കും ഒക്കെ പോയത്. അത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ്, എങ്ങനെ നിങ്ങളുടെ മൊബൈൽ സെക്യൂർ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു പാർട്ട് സെക്യൂരിറ്റിയാണ്. നിങ്ങൾ വൈഫൈ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ മൊബൈൽ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒബിയസ്ലി അത് മറ്റു രീതിയിലേക്ക് മൂവ് ചെയ്യപ്പെടാം. ഇവിടെ നമ്മൾ ബാക്ക് ടു നമ്മുടെ സ്ക്രീൻ, ഇവിടെ വാൻ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. PPPoE ടൈപ്പ് കണക്ഷൻസ് ആണ്, കണക്റ്റഡ് ആണ്. കണക്ഷൻ ഡ്യൂറേഷൻ, IP അഡ്രസ്സ് കാണിക്കുന്നുണ്ട്, പ്രൈമറി DNS കാണിക്കുന്നുണ്ട്, MAC അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇത് LAN കോൺഫിഗറേഷൻസും ഒക്കെ വരുന്നുണ്ട്. വൈഫൈ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് വൈഫൈ സ്റ്റാറ്റസ് ഇതൊരു ഓവർവ്യൂ ആണ്. മൊത്തം ഈ റൗട്ടറിൻ്റെ ഇതുവരെയുള്ള ഓവർവ്യൂ ആണ്. ഇപ്പം വിസിബിൾ 2.4 GHz ചാനൽ വിസിബിൾ ആണ്. അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, എൻക്രിപ്ഷൻ മോഡ്. എൻക്രിപ്ഷൻ ടിപ്പിക്കലി അത് വലിയൊരു കാര്യമാണ്. എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ?
ഈ പ്ലെയിൻ ടെക്സ്റ്റിലുള്ള സാധനങ്ങളെ മറ്റൊരു റീഡബിൾ അല്ലാത്ത ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പം നമ്മൾ WPA, PA2, PSK ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. MAC അഡ്രസ് ഉണ്ട്, 5 GHz വിസിബിൾ ആണ്, അതും എൻക്രിപ്റ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസിനകത്ത് ജനറലി നമുക്ക് കാണാൻ പറ്റുക, എസ്പെഷ്യലി ഓൺ ടെൻഡ. ഇവിടെ വൈഫൈ എക്സ്റ്റൻഡർ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വൈഫൈ മറ്റൊരു റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫ്ലോറിലേക്കും റീച്ച് ആകുന്നില്ലെങ്കിൽ ഒരു വൈഫൈ എക്സ്റ്റൻഡർ മേടിച്ചിട്ട് നമുക്ക് റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അത് 200 മീറ്റേഴ്സ് സംതിങ്, അതിനകത്ത് കുറേ കാര്യങ്ങളും ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. എക്സ്റ്റൻഡർ വെച്ചിട്ട് നമുക്ക് റേഞ്ച് ഇല്ലാത്ത ഒരു സെക്ഷനിലേക്ക്, അല്ലെങ്കിൽ റേഞ്ച് വളരെ ഫീബിളായിട്ട് കിട്ടുന്ന ഒരു സെക്ഷനിൽ നമുക്ക് വൈഫൈ എത്തിക്കാം. അതാണ് എക്സ്റ്റൻഡർ. ഇത് ടെൻഡയുടെ തന്നെ ഒരു എക്സ്റ്റൻഡർ ആണ് അവർ കാണിച്ചത്. ടെൻഡയുടെ മാത്രമല്ല, TP ലിങ്കിനും ഒക്കെ ഒരുപാട് എക്സ്റ്റൻഡേഴ്സ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, കേബിളൊന്നും വേണ്ട. ഒരു 10 to 25% ഓവർലാപ്പ്, അല്ലെങ്കിൽ 6 to 10% ഓവർലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുടെ സിഗ്നൽ തീരുന്ന എവിടെയാണോ അതൊരു വൈഫൈ സ്കാനർ, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പോർഷൻ്റെ അകത്ത് കുറച്ച് നിർത്തിയിട്ട് ഒരു ഓവർലാപ്പിംഗ് സെഷൻ എന്ന് വെച്ചാൽ രണ്ടുകൂടെ മറികടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ എക്സ്റ്റൻഡറിൻ്റെ സെക്ഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്റ്റൻഡർ റേഞ്ചൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പിക്കലി ഇതിനെ വീണ്ടും ഒരു കുറച്ചൊരു 100 മീറ്റേഴ്സ് സംതിങ്, ഒരു അത്രയും 100 മീറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ടിപ്പിക്കലി 50 മീറ്റേഴ്സിനകത്തേക്ക് നമുക്ക് വീണ്ടും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് വൈഫൈ എക്സ്റ്റൻഡർ പറയുന്നത്. ഇനി ഇൻ്റർനെറ്റ് സെറ്റിങ്സ് ടിപ്പിക്കലി നമ്മുടെ ഒരു വാൻ പോർട്ട് നമ്മൾ പറഞ്ഞു. വാൻ പോർട്ടിനകത്ത് നമ്മൾ കണക്ഷൻ PPP ഏത് ടൈപ്പാണെന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് PPP OE ആണ്. യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് കൊടുക്കുക. ഇത് DNS സെറ്റിങ്സ് ഓട്ടോമാറ്റിക് പറഞ്ഞു. ഇവിടെ ചില കേസിൽ നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് ഓട്ടോ കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും, മാനുവൽ കണക്ട് എന്നൊരു ഓപ്ഷൻ വരും. ഓട്ടോ കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പ്രത്യേകിച്ച് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ്, മാനുവൽ ആണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ടത്. നമുക്കൊരു ഇൻ്റർഫേസ് വരും, നമ്മുടെ പ്രൊവൈഡറിൻ്റെ ഇൻ്റർഫേസ് വരും, അവിടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാം, അത് മാനുവലായിട്ട് കണക്ട് ചെയ്യാം. അത് കുറച്ച് സെക്യൂർ ആയിട്ടാണ്, പക്ഷേ എല്ലാവർക്കും നമ്മൾ ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും അവർക്കും ആ ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഞാൻ ഈ പാസ്വേഡ് അവർക്കും പറഞ്ഞു കൊടുക്കും, യൂസർ നെയിം പാസ്വേഡ് അവർക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വൈഫൈ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നൊരു ഓപ്ഷനിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വൈഫൈ നെയിം ആൻഡ് പാസ്വേഡ് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ 2.4 GHz ഉണ്ട്, ഇവിടെ 5 GHz ഉണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നെയിം, നമ്മൾ മുമ്പ് കണ്ട നെയിംസ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ അബി നോർമൽ കൊടുത്തു, ഒരു എൻക്രിപ്ഷൻ കൊടുത്തു, ഒരു വൈഫൈ പാസ്വേഡ് കൊടുത്തു, 5 GHzൻ്റെയും ഞാൻ നെറ്റ്വർക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. ഒരു വൈഫൈ നെയിം, എന്ത് നെയിമും കൊടുക്കാം. ഇപ്പം ഞാൻ അബി നോർമൽ, അബി അബ്നോർമൽ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തുമാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുമാകാം. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ജാക്ക് ഉണ്ട്, ജിയോ പ്രൈവറ്റ് നെറ്റ് ഉണ്ട്, വിവോ ഉണ്ട്. ഇതേപോലുള്ള നെയിംസ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ഇവിടെയാണ്. ഈ വൈഫൈ നെയിമിൽ നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ, അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി കോൺഫിഗറേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിവിടെ ഹൈഡ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ. ഈ ഹൈഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്, ജനറലി ഇപ്പം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പം, വൈഫൈയിൽ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ഈ ജാക്കും കിഷൻ റെഡ്ഡിയും വിവോയും ഒക്കെ കാണാൻ പറ്റി. പക്ഷേ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അബി നോർമൽ എന്നൊരു സാധനം ഇവിടെ കാണാൻ പറ്റില്ല. ഈ ലിസ്റ്റിങ്ങിൽ വരില്ല. അത് വരില്ല, അത് ഹൈഡ് ആകും. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി, ഒരു നെയിമിൻ്റെ വിസിബിലിറ്റി കാണില്ല. SSID ബ്രോഡ്കാസ്റ്റ് എന്ന് നമുക്ക് ബാക്കിയുള്ള ഡിവൈസിൻ്റെ കോൺഫിഗറേഷനിൽ SSID ബ്രോഡ്കാസ്റ്റ് എനേബിൾ ഓർ ഡിസേബിൾ ആണ്. SSID ബ്രോഡ്കാസ്റ്റ് എനേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റും. ആ ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടെന്ന് എല്ലാവരും, ഇപ്പോൾ ജാക്ക് എന്നൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, കിഷൻ റെഡ്ഡി എന്നൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഇതുപോലെ ബാക്കി ഏതൊക്കെ നെറ്റ്വർക്ക്സ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ജിയോ പ്രൈവറ്റ് നെറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ഒരു ഓപ്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്ഷൻ ഹൈഡ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷനിൽ അത് വിസിബിൾ ആകില്ല. ഞാൻ നെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്, എന്നിട്ട് ഞാൻ ഇതിനെ ഹൈഡ് ചെയ്ത് സേവ് ചെയ്യുകയാണ്.
ഓക്കെ, ഇപ്പം നമ്മുടെ വൈഫൈൻ്റെ സെഷനിൽ അബി നോർമൽ എന്നൊരു സാധനം മറ്റുള്ളവർക്ക് വിസിബിൾ ആകരുത്. ഓക്കെ, ഇപ്പം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ അതർ നെറ്റ്വർക്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ അബി നോർമൽ എന്നൊരു നെറ്റ്വർക്ക് ഇവിടെ ഇല്ല, കണ്ടില്ലേ? അത് ടോട്ടലി വാനിഷ് ആയിപ്പോയി. ഇപ്പം നമ്മൾ മൊബൈലിൽ ഇപ്പം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മൊബൈലിലും ഈ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും, ഇത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെറ്റ്വർക്കിൻ്റെ യൂസ് എന്താ? ഇപ്പോൾ ഒരാൾ, നിങ്ങൾക്കറിയാം, നിങ്ങളും വന്ന് വൈഫൈ ഓൺ ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സിനെ സെർച്ച് ചെയ്യും. പക്ഷേ ഈ SSID ഹൈഡ് ചെയ്തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ജനറലി കാണാൻ പറ്റില്ല. അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി ഓപ്ഷനാണ്. പിന്നെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഈ SSID എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രിയേറ്റ് എ നെറ്റ്വർക്ക്സിനകത്ത് കൊടുക്കുന്നു, ക്രിയേറ്റ് എ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടറാണ്. അതർ നെറ്റ്വർക്ക്സ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ അതേ നെയിം ടൈപ്പ് ചെയ്യുകയാണ്, abi_normal. പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണക്റ്റ് ആയി. ഇപ്പോൾ അബി അബ്നോർമൽ അല്ല, അബി നോർമലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. കണ്ടല്ലോ? അപ്പം ഈ SSIDയും പാസ്വേഡും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ ഏരിയയിൽ ഇനി ഇത് ഹൈഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു സ്മാർട്ട് TV കണക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ സാധനം അൺചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. സ്മാർട്ട് ബൾബ് ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അതിനകത്ത് വരും. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എല്ലാ ഡിവൈസിലും ഇല്ല. 10 അത് കണക്ട് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ MIക്കകത്ത് ഞാനത് കണ്ടില്ല, D-Linkൽ അത് കണ്ടില്ല, TP-Linkൽ അത് കണ്ടിട്ടില്ല. പക്ഷേ 10 ഞാനത് ഈ SSID ഹൈഡ് ചെയ്തതിനു ശേഷം ലെഗസി ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിഡൻ നെറ്റ്വർക്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഹിഡൻ നെറ്റ്വർക്ക് ആൻഡ് എക്സ്പോസ് ഐഡന്റിഫൈ ഇൻഫർമേഷൻ. Okay, that's typically the warnings. അപ്പം ഇതാണ് നമ്മളുടെ വൈഫൈ. ഇതിപ്പം ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അതർ നെറ്റ്വർക്ക് പ്രിഫറൻസിനകത്ത് പോയിട്ട് ഞാനിതിനെ ഇതിൻ്റെ പ്രിഫറൻസിനകത്ത് പോയിട്ട് അബി നോർമൽ എന്നുള്ളതിനെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ, അബി നോർമൽ എന്നുള്ളത് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മളിവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണത് കാണാൻ പറ്റാത്തത്. ഇനി ഇതേ കോൺഫിഗറേഷനിൽ ഇതിന് വിസിബിൾ ആകണമെങ്കിലോ? വിസിബിൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഈ പറഞ്ഞ സെഷനെ അൺലോക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഹൈഡ് ചെയ്തിരിക്കുന്ന സാധനത്തിനെ നമ്മൾ അൺചെക്ക് ചെയ്യണം. അൺചെക്ക് ചെയ്തു, സേവ് ചെയ്തു, ലോഗിൻ, വൈഫൈ സെറ്റിങ്ങിൽ പോയി നമ്മളിത് സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഡിസ്പ്ലേ വരുന്നോന്ന്. അബി നോർമൽ വന്നു. ഇത് നമുക്ക് അബി അബ്നോർമലിനും ചെയ്യാം, ഏതിനും നമുക്ക് ഹൈഡ് ചെയ്യാം. പക്ഷേ ടിപ്പിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ SSID അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വയ്ക്കും. വിൻഡോസിലാണെങ്കിൽ ഒരു ഓപ്ഷൻ വരും, ഹിഡൻ നെറ്റ്വർക്ക് ആണോ എന്ന് ചോദിക്കും. അത് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് ഇതാണ്, ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് സെക്ഷനിൽ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ജനറലി ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ ഒരു മൊബൈൽ യൂസേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വൈഫൈ സ്കാനേഴ്സ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സർട്ടൺ എൻഡ് വരെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ചാനലും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് വൈഫൈ കോൺഫിഗറേഷനകത്ത് വരുന്നത്. ഇനിയുള്ളത് ഇതിനകത്ത് കണ്ടൊരു ഫീച്ചർ വൈഫൈ സ്കെഡ്യൂളാണ്. ഇപ്പം വൈഫൈ എപ്പോഴൊക്കെ ഓൺ ആകണം, ടേൺ ഓഫ് ഡ്യൂറിങ്, ഏതൊക്കെ ദിവസങ്ങളിൽ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുകയാണ് രാത്രിയിൽ എനിക്ക് വൈഫൈ വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈം കൊടുക്കാം, എപ്പോൾ വേണം ഓഫ് ആകാൻ എന്നുള്ള ടൈം കൊടുക്കാം. ഇത് ഞാനൊരിക്കൽ കൊടുത്തിട്ട് ഒരബദ്ധം പറ്റിയതാണ്.
ഞാൻ വൈഫൈയുടെ സ്കെഡ്യൂൾ കൊടുത്തു, ഓഫാണുള്ള സ്കെഡ്യൂൾ കൊടുത്തു. ഞാൻ അതിന് ശേഷം പിന്നൊരു ദിവസം ഞാൻ ആ എക്സ്പെക്റ്റ് അല്ലാത്ത ഒരു സമയത്ത് എനിക്ക് കോൾ വന്ന് എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് വൈഫൈ കണക്ട് ആകുന്നില്ല. ഞാൻ ഡിവൈസൊക്കെ ചെക്ക് ചെയ്തു, പുറമേ ഓക്കെ ഡിവൈസ് എല്ലാം ഇതാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആപ്പിനകത്ത് കണക്ട് ചെയ്തു. ആപ്പിനകത്ത് കണക്ട് ചെയ്തപ്പോൾ റിമോട്ട് മാനേജ്മെൻ്റ് ഉണ്ട്. റിമോട്ട് മാനേജ്മെൻറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ വൈഫൈ സ്കെഡ്യൂൾ കൊടുത്തിട്ടേക്കാണ്. അപ്പം വൈഫൈ സ്കെഡ്യൂൾ കൊടുക്കുമ്പോൾ ഓർത്തോണം എപ്പോഴൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഓഫ് ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അൺനെസസറി നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും. അന്ന് എനിക്ക് റിമോട്ട് മാനേജ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് മൊബൈൽ വഴി എനിക്ക് കണക്ട് ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റി, ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റി. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കേബിൾ എടുത്ത് ഒരു ലാപ്ടോപ്പ് എടുത്ത് കണക്ട് ചെയ്യും. എൻ്റെ മാക്കിനകത്താണെങ്കിൽ ഈഥർനെറ്റ് അഡാപ്റ്റർ ഇല്ല, വൈഫൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു വിൻഡോസ് മെഷീൻ അല്ലെങ്കിൽ വിൻഡോസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈഥർനെറ്റ് പോർട്ടുള്ള ഒരു മെഷീൻ എടുത്ത് കണക്ട് ചെയ്തിട്ട് വേണം ഇത് റിസ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ടിപ്പിക്കലി ഞാനിത് ഓഫ് ചെയ്തിടും. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ ഷോപ്പിൽ രാത്രി ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ആ ഷോപ്പ് രാത്രി 8 മണി വരെ വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം 9 മണി വരെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ 8 മണിയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതിനറിയില്ല നിങ്ങൾ ഷോപ്പ് 9 മണിക്ക് വർക്ക് ചെയ്യും, 9 മണി വരെ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞ സമയം 8 മണിയാണെങ്കിൽ 8 മണിക്ക് ഇത് ഓഫായിരിക്കും. ഓക്കെ, തൽക്കാലം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. വൈഫൈ റിപ്പീറ്റിംഗ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വീണ്ടും ഒരു ഡിവൈസ് കൂടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കൂട്ടാം. ഇപ്പം അപ്സ്ട്രീം, ഇപ്പം നിങ്ങളുടെ ആ ഡിവൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അത് വൈഫൈ എക്സ്റ്റെൻഡിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. ഇനി ചാനൽ 2.4-നകത്ത് 11GN വരെയുള്ള സ്റ്റാൻഡേർഡാണ്. അത് മിക്സഡ് മോഡാണ്. ഇത് GN ഉണ്ട്, N കുറച്ചുകൂടെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡാണ് BG കമ്പയർ ചെയ്യുമ്പോൾ. N മാത്രമായിട്ടുണ്ട്. അപ്പം നമ്മളിത് മിക്സഡ് മോഡാണ്, BGN. ഏത് മോഡിൽ വേണമെങ്കിലും വർക്ക് ചെയ്യും. വൈഫൈ ചാനൽ നമ്മുടെ റീജിയനിലാണ് 11 ചാനൽസ് ഉണ്ട്. 11 ചാനൽസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ആറ്റിനുവേഷൻ കുറേ സിഗ്നൽ ലോസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വൈഫൈ ചാനൽ 1 കൊടുക്കുകയാണ്, മാനുവലി കൊടുക്കുകയാണെങ്കിൽ ഇതിന് നിയർ ബൈ ആയിട്ട് ഒരുപാട് പേര് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിയർ ബൈ എല്ലാ സെക്ഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയും ചാനൽ 1 ആണെങ്കിൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും. ഇത് ഓട്ടോ ഫെസിലിറ്റി കൊടുത്തേക്കാണ്. അപ്പം ബെസ്റ്റ് ചാനൽ അത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി ചാനലിൻ്റെ 2040 അത് സ്പീഡിൻ്റെ കേസാണ്. അത് നോക്കുകയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് സെക്ഷൻ 2040 ഞാൻ ഡിഫോൾട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവും. അത്രയും ഫൈൻ ട്യൂൺ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല, അതിനുള്ള സമയമില്ല. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് 5 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു AC സ്റ്റാൻഡേർഡാണ്. അത് N വരുന്നുണ്ട്, AC വരുന്നുണ്ട്. AC ആണ് നമ്മുടെ ശരിക്കും 5 GHz സ്റ്റാൻഡേർഡ് വരുന്നത്. ഞാൻ അത് മിക്സഡ് മോഡ് കൊടുത്തേക്കാണ്. അപ്പോൾ ഡിവൈസിൻ്റെ ഇൻ്റലിജൻസ് അനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ ഇവിടെ 36 മുതൽ 161 വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓട്ടോ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് 2040-80 ഏത് വേണമെങ്കിലും വർക്ക് ചെയ്തോളൂ എന്ന രീതിയിൽ അതും നമ്മൾ കോൺഫിഗർ ചെയ്യും. ഇതെല്ലാം ഓട്ടോ കൊടുത്താൽ മതി, അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഫൈൻ ട്യൂണിങ് സെഷനിൽ ഡിവൈസ് തന്നെ അതിനെ ട്യൂൺ ചെയ്തോളൂ. ഇനി ട്രാൻസ്മിഷൻ പവർ, ഞാൻ ഇതിനകത്ത് മാത്രം കണ്ടുവന്ന ഒരു ഫെസിലിറ്റിയാണ് ട്രാൻസ്മിഷൻ പവർ എന്ന് പറയുന്നത്. ഇത് മീഡിയം കൊടുക്കാൻ പറ്റും, മീഡിയം ഹൈ എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റും. ഈ പറഞ്ഞ സെഷനും നമ്മുടെ എന്താ പറയുക വൈഫൈൻ്റെ പവർ കൂട്ടുന്ന അല്ലെങ്കിൽ സിഗ്നൽ കവറേജും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ടെൻറ്റൈൽ മാത്രം കണ്ട ഒരു ഫീച്ചറാണ്, ട്രാൻസ്മിഷൻ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇനി WPS ഒരു സെക്യൂരിറ്റി മെക്കാനിസമാണ്. നമ്പർ ഡിസ്പ്ലേ ചെയ്യും, ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈസസിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ WPS അത് പറയുന്നതാണ്. വൈഫൈ പ്രോഡക്റ്റ് WPS ഞാൻ തൽക്കാലം ഡിസേബിൾ ചെയ്യാൻ. ബി ഫോമിങ്ങും ഞാൻ ടെൻറ്റൈൽ മാത്രം കണ്ടിട്ടുള്ളൊരു ഓപ്ഷനാണ് ബീം ഫോമിങ് എന്നുള്ളത്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്മാർട്ടർ വൈഫൈ കവറേജ് ആണ്. Beamforming technology which detects the locks and positions of wireless devices on a network such as mobile phones, tablets, strengthen signal. സോ ഒന്നുമില്ല, ഇപ്പം നമ്മളുടെ ഒരു ഡിവൈസിനെ അതിന് ലോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുക. ലോക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. അവിടേക്ക് കൂടുതൽ സിഗ്നലും അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബീം ഫോമിംഗ് പ്ലസ് എന്നുള്ള ടെക്നോളജി അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ കുറേ നേരം ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ അവിടത്തേക്കുള്ള സിഗ്നൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും എന്നുള്ളൊരു ഫീച്ചറാണ് ബീം ഫോമിംഗ് പറയുന്നത്.
ഇത് ആക്സസ് പോയിന്റ് മോഡ് എന്നുള്ളത് അത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. അതിൽ നമ്മൾ എക്സ്റ്റൻഡർ അല്ലെങ്കിൽ അപ്സ്ട്രീം ഡിവൈസസ് ഒക്കെ വരുമ്പം 1, 2, 3 ആക്സസ് പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ഇത് ആൻറ്റി ഇൻറ്റർഫിയറൻസ് എന്നുള്ളത് ഓട്ടോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബാൻഡ് വിഡ്ത്തും ചാനലും എല്ലാം ഡിഫോൾട്ട് ഓട്ടോ മോഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഓട്ടോ മോഡിൽ സെറ്റ് ചെയ്താലുള്ള പ്രശ്നം ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ഇൻ്റലിജൻസിന് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫിക്സഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് വന്നു കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ ഇത് സിഗ്നൽ ലോസ് ഉണ്ടാവും. ഡിവൈസിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിതിപ്പം ഓട്ടോ അല്ലെങ്കിൽ മിക്സഡ് മോഡിൽ ഇടുമ്പം ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ഇൻ്റലിജൻസിനകത്ത് ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പുതിയ ഡിവൈസിലെല്ലാം കണ്ടുവരുന്ന സെക്ഷനാണ് ഗസ്റ്റ് നെറ്റ്വർക്ക്. ഗസ്റ്റ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം പെർമനൻ്റ് അല്ലാത്ത ഒരു യൂസേഴ്സ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് നെറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പാസ്വേഡ് എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അവരുടെ ഡിവൈസിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ടൈം വരുമ്പോഴും ആ ഡിവൈസിനകത്ത് കാണും, അവരുടെ മൊബൈലിനകത്ത് കാണും. നെക്സ്റ്റ് ടൈം അവർ വരണ്ട, അവർ നമ്മുടെ പരിസരത്ത് വന്ന് നിന്നാലും മതി. നമ്മുടെ മതിലിൻ്റെ അടുത്ത് വന്നിട്ട് അവർക്ക് പിറ്റേ ദിവസം ബ്രൗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഗസ്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഗസ്റ്റ് നെറ്റ്വർക്ക് നമ്മൾ ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആശ്രം ഗസ്റ്റ് 2G എന്നൊക്കെ ചുമ്മാ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ചുമ്മാതെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗസ്റ്റ് നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് guest@009 പാസ്വേഡ് കൊടുത്തു. ഇതിന് വാലിഡിറ്റി കൊടുക്കാം, ഓൾവേസ് കൊടുക്കാം, 8 hours കൊടുക്കാം. അപ്പോൾ 8 hours കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഒരു ടൈം കഴിയുന്നതിന് ഇതാവും, ആ നെറ്റ്വർക്ക് അത് ഡിസേബിൾ ആവും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആവും. പിന്നെ ഇതിനകത്ത് ബാൻഡ് വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. ചില ആൾക്കാർ വന്ന് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് അങ്ങ് ഞെക്കില്ലേ, ഉള്ള ഫേസ്ബുക്കും ഡൗൺലോഡും എല്ലാം അവർ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നീ അൺലിമിറ്റഡ് കൊടുക്കുക, അവർ എത്ര യൂസ് ചെയ്തോട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ എത്ര MBPS ആണെന്നുള്ളത് കസ്റ്റം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് 2 MBPS കൊടുത്താൽ മതി 2 MBPS. അപ്പം നമ്മൾ 160 MBPS നേരത്തെ കണ്ട ആൾക്കാർക്ക് 2 MBPS ആയിട്ടുള്ള പെർഫോമൻസ് സെക്ഷൻ അല്ലെങ്കിൽ ഡൗൺലോഡിങ് സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ആവുള്ളൂ. ആഫ്റ്റർ 8 hours അല്ലെങ്കിൽ 4 hours അല്ലെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയർ ആവുകയും ചെയ്യും. എന്നുവെച്ചാൽ നമ്മുടെ ആക്ച്വൽ എന്ന് പറയുന്നത് ഈ കോൺഫിഗറേഷൻസ് ആണ്. നമ്മൾ ടിപ്പിക്കലി നമ്മൾ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ഈ കോൺഫിഗറേഷൻ ആണ്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ പാസ്വേഡും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഗസ്റ്റ് നെറ്റ്വർക്ക് എനേബിൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൈഫൈയുടെ നമ്മുടെ നോർമൽ സെക്ഷൻ ഇതെല്ലാം ഹിഡൻ ആണെങ്കിൽ ഇത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം സ്മാർട്ട് ഹോമും എല്ലാം ആണ്. നമ്മുടെ ക്യാമറാസ്, CCTVs എല്ലാം വൈഫൈ സെക്ഷൻസ് ആണ്. TV സ്മാർട്ട് TVs ആണ്. മൊബൈൽസ്, ടാബ്, വാച്ച്, ഇവൻ ഞാൻ അടുത്ത മേടിക്കാൻ പോകുന്ന ഒരു എക്യുപ്മെൻ്റ് എന്ന് വെച്ചാൽ പ്ലഗാണ്, സ്മാർട്ട് പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ലൈറ്റ് പോലെ തന്നെ ആ പ്ലഗ് നമ്മൾ ടിപ്പിക്കലി ഓൺ ആക്കിയിട്ടിരിക്കും. പക്ഷേ അതിനകത്തോടെ എപ്പോഴും പവർ വരണം വേണ്ട എന്നുള്ളത് നമുക്ക് നമ്മുടെ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് മിക്സി ഞാൻ വരുന്നതിന് 5 minute മുമ്പ് ഓൺ ആയാൽ മതി. ഞാൻ മിക്സി എല്ലാം ഓൺ ചെയ്തിടും, മിക്സിയുടെ സ്പീഡും കാര്യങ്ങളും എല്ലാം ഓൺ ചെയ്തിടും. ദെൻ ഈ പ്ലഗ് ഓൺ ആയിരിക്കും, പക്ഷേ പ്ലഗിലൂടെ കറണ്ട് വരില്ല, കാരണം എൻ്റെ ആപ്ലിക്കേഷൻ അത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പ്ലഗിനേക്കുള്ള പവർ സപ്ലൈ എൻ്റെ ഫോൺ വഴി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴിയിട്ട് എനേബിൾ ചെയ്യും. സോ കറണ്ട് വരും, മിക്സി ഓൾറെഡി ഓൺ ആണ്, മിക്സി വർക്ക് ചെയ്യും. അപ്പോൾ സ്മാർട്ട് അല്ലാതെ ഒരു ഡിവൈസിനെ നമുക്ക് സ്മാർട്ട് ആക്കാൻ പറ്റും. അതാണ് സ്മാർട്ട് പ്ലഗ് വന്നിരിക്കുന്നത്. അത് വലിയ വിലയൊന്നുമില്ല, 1,500 സംതിങ് റേറ്റിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത മേടിക്കേണ്ട ഒരു ഡിവൈസ്. എനിക്ക് സ്മാർട്ട് ബൾബ് ഉണ്ട്, അതിനകത്ത് എനിക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് എല്ലാ ദിവസവും ഒരു 6:30 ആകുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ആവും. മോർണിംഗ് 6:30 ആകുന്നുണ്ടെങ്കിൽ ലൈറ്റ്, നൈറ്റ് 10:30 ആകുന്നുണ്ടെങ്കിൽ അത് ഓഫ് ആവും ഞാൻ ഉള്ള ദിവസങ്ങളിൽ. എല്ലാ ദിവസങ്ങളിലാണെങ്കിൽ അത് അറൗണ്ട് 6:37 മോർണിംഗിൽ ഓഫ് ആവും. അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സ്മാർട്ട് ബൾബിനെ നമുക്ക് പിന്നെ റിവ്യൂ ചെയ്യാം. നമുക്കിപ്പം ടെൻഡൈലേക്ക് തന്നെ വരാം. ഗസ്റ്റ് നെറ്റ്വർക്ക് വന്നു. ഇനി മിക്ക പേരൻസിനും ഉള്ളൊരു കേസാണ് ഈ പറഞ്ഞ വൈഫൈ ഒക്കെ എടുത്തു കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ ഫോണെല്ലാം എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ആക്സസ് ചെയ്യും, എന്തൊക്കെ ചെയ്യും അല്ലേ? അതൊരു ചോദ്യമാണ്. ഒരു ലിങ്ക് മാറിക്കഴിഞ്ഞാൽ അത് മറ്റ് പല സൈറ്റുകളിലേക്കും, ഒരു ക്ലിക്ക് മാറിക്കഴിഞ്ഞാൽ പല സൈറ്റുകളിലേക്കും പോകും. അവർ ഇൻറ്റൻഷനലി ചെയ്യുന്ന ആയിരിക്കണമെന്നില്ല, പക്ഷേ അങ്ങോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും അത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ജനറലായിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഈ ഒരു ഫീച്ചർ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ മൈ ടാബ്ലറ്റ് അതിന് വേറെ നമുക്ക് നെയിം കൊടുക്കാം. ഇൻ്റർനെറ്റ് ആക്സസ് നമുക്ക് പറയാൻ പറ്റും, എവറി ഡേ അല്ലെങ്കിൽ സ്പെസിഫിക് ഡേ, ഏതൊക്കെ ഡേയിൽ അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കണം. ഇപ്പം വെബ്സൈറ്റ്സ്, ബ്ലോക്ക്ഡ് ആക്സസ് ലിമിറ്റ്, ഇപ്പം നമുക്ക് ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം,
പേരൻ്റൽ കൺട്രോള് ഞാൻ എൻ്റെ വിർച്വൽ മെഷീനിൽ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അത് ഒരുപക്ഷെ വിർച്വൽ ഈ മെഷീനുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ സെയിം സാധനം എൻ്റെ ഫോണിൽ ഞാൻ ചെയ്തു നോക്കി. ഇപ്പം ഇൻ്റർനെറ്റ് ആക്സസ് ഞാൻ ആദ്യം സ്പെസിഫിക് ടൈമിലോട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഫുള്ളി ഡിസ്കണക്റ്റ് ആയി. എനിക്ക് വൈഫൈ കണക്റ്റ് ആണെങ്കിലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ദെൻ ഞാൻ 0023 ഫുൾ ടൈം എന്ന രീതിയിൽ ഞാൻ കൊടുത്തു. എവറി ഡേ, എല്ലാ ദിവസവും ഈ പറഞ്ഞ ടൈം തൊട്ട് ഈ പറഞ്ഞ ടൈം വരെ ഇൻ്റർനെറ്റ് അലൗഡ് ആണ്. പക്ഷേ ഫേസ്ബുക്ക് എന്ന ഐറ്റം ബ്ലോക്ക്ഡ് ആണ്. എന്നുവെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് മൊബൈലിൽ ഞാൻ കൊടുത്തപ്പോഴൊന്നും ഫേസ്ബുക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. മൈ ഫോൺ എന്നുള്ളത് തന്നെ എടുത്തിട്ട് ഞാനിപ്പം ഫേസ്ബുക്ക് ഇപ്പോഴും ബ്ലോക്ക്ഡ് ആണ്. എനിക്ക് സെക്യൂർ കണക്ഷൻ നോട്ട് അവൈലബിൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ ഇതേ സാധനം തന്നെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ എനിക്ക് വർക്ക് ആകുന്നുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാം. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗസിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് ആപ്പിൽ യാതൊരു വിഷയവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർനെറ്റ് ആക്സസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പം പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പേരൻ്റൽ കൺട്രോൾ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ വരുന്നില്ല. ഓക്കെ, ഇത് ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്. ക്ലിക്ക് ടു എനേബിൾഡ് ആണ്. ഡിസേബിൾ ചെയ്യുകയാണ് ഞാൻ. ഇതെല്ലാം ഡിസേബിൾ ചെയ്യുകയാണ്. പേരൻ്റൽ കൺട്രോള് ഞാൻ ഡിസേബിൾ ചെയ്തു. പുതിയ ആ മെഷീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. VPN നമുക്ക് തൽക്കാലം ആവശ്യമില്ലാത്തതാണ്. ഇതിനകത്ത് VPN സെർവർ ഇൻക്ലൂഡഡ് ആണ്. നമുക്കിതിലേക്ക് മെയിൻ സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റും. അത് തൽക്കാലം പോട്ടെ. നമ്മൾ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കേസിൽ ഒരു ഹോം യൂസർ ലെവലിൽ യൂസ് ചെയ്യുന്നതല്ല. ഇനി അഡ്വാൻസ് സെറ്റിങ്സിൽ എന്തൊക്കെയുണ്ട്? അഡ്വാൻസ് സെറ്റിങ്ങിൽ ബാൻഡ് വിഡ്ത്ത് കൺട്രോൾ ഉണ്ട്. ഏതൊക്കെ മെഷീനും നമുക്ക് എത്ര ബാൻഡ് വിഡ്ത്ത് കൊടുക്കണം, മാനുവലായിട്ടും അല്ലാതെയും കൊടുക്കാൻ പറ്റും. ഇതിപ്പം അപ്ലോഡ് ഡൗൺലോഡ് ഇപ്പോൾ അൺലിമിറ്റഡ് ആണ്. ഡൗൺലോഡ് ലിമിറ്റും അപ്ലോഡ് ലിമിറ്റും എല്ലാം അൺലിമിറ്റഡ് ആണ്. ഈ ഡിവൈസിനുള്ള നമുക്ക് 1 Mbps 2 Mbps എന്ന രീതിയിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിവൈസിന് അത്രയും മാത്രമേ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാതുള്ള മൂവീസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ബാൻഡ് വിഡ്ത്ത് അല്ലേ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഇത് ടെൻഡ ആപ്പ്. ടെൻഡ ആപ്പ് എന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് സ്ലീപ്പ് മോഡാണ്. ഇത് കുറച്ച് പവർ സേവിങ് എന്ന രീതിയിൽ, റെഡ്യൂസ് പവർ കൺസപ്ഷൻ എന്ന രീതിയിൽ ഇത് സ്ലീപ്പ് മോഡിലോട്ട് പോകും യൂട്ടിലൈസേഷൻ കുറവാണെങ്കിലൊക്കെ. ഇതിനകത്ത് LED കൺട്രോൾ ടെൻഡയ്ക്കകത്തുള്ളൊരു ഫീച്ചറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ഓൾവേസ് ഓഫ് ചെയ്തിടാം. ഇതിൻ്റെ ബ്ലൂ കളർ LED ആണ് വരുന്നത്. അപ്പം ഓൾവേസ് ഓഫ് കൊടുത്താൽ ഇത് ഓഫ് ചെയ്ത് തന്നെ കിടക്കും. സ്കെഡ്യൂൾ കൊടുത്ത് നമുക്ക് എത്ര മണി വരെ ഓഫ് ചെയ്തിട്ടേക്കണം. ഇപ്പം നൈറ്റിലൊക്കെ ബെഡ്റൂമിലൊക്കെ വെച്ചേക്കുന്ന ഡിവൈസ് ആണെങ്കിൽ ഈ പറഞ്ഞ LED ലൈറ്റ്സ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓൾവേസ് ഓഫോ അല്ലെങ്കിൽ നൈറ്റ് ടൈം മാത്രം ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾവേസ് എനേബിൾഡ് ആണ് കൊടുത്തേക്കുന്നത്. മാക് ഫിൽറ്ററിങ്, ഇതും നമ്മുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഡിവൈസിൻ്റെ മാക് അഡ്രസ്സ്, ഡിവൈസിൻ്റെ ഒരു നെയിം കൊടുക്കാം. അതിൻ്റെ മാക് അഡ്രസ്സ് നമുക്ക് ഡിവൈസിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ആ ഡിവൈസസ് ഒന്നും ഈ വൈഫൈയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് ലിസ്റ്റ് മാത്രം കൊടുക്കാം. വൈറ്റ് ലിസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്ന ഡിവൈസസിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനിത് സേവ് ചെയ്ത് വെച്ചാൽ എൻ്റെ ഓഫീസിലെ ലാപ്ടോപ്പിന് മാത്രമേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ഡിലീറ്റ് ചെയ്തു. ബ്ലാക്ക് ലിസ്റ്റും വൈറ്റ് ലിസ്റ്റും ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പം ബ്ലാക്ക് ലിസ്റ്റിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ, എംപ്റ്റി ആണ്. ഫയർവാൾ എനേബിൾ ചെയ്യണം. ICMP ഫ്ലഡ് അറ്റാക്ക്, TCP ഫ്ലഡ് അറ്റാക്ക്, UDP ഫ്ലഡ് അറ്റാക്കൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇത് വാൻ പോർട്ടിലേക്ക് പിങ് റിക്വസ്റ്റ്, ഒരു പിങ് സ്വൈപ്പ് അറ്റാക്ക് എന്ന രീതിയിൽ നമുക്ക് വരുന്നതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വാൻ പോർട്ടിലോട്ട് മാത്രമേ ഉള്ളൂ ഈ ഫീച്ചർ. IPTV ഉള്ളവർക്ക് IPTV എനേബിൾ ചെയ്തിട്ട് പുതിയൊരു VLAN ക്രിയേറ്റ് ചെയ്തിട്ട് TVക്കകത്ത് മാത്രം നമുക്കൊരു നെറ്റ്വർക്കും കാര്യങ്ങളും കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് IPTV ഓപ്ഷൻ. സ്റ്റാറ്റിക് റൂട്ട്സ് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, ഹോം സെഷനിൽ ചെയ്യാറില്ല. അല്ലാതുള്ള സെഷൻസിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ സബ് നെറ്റ്വർക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും.
DDNS നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് കസ്റ്റം വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് DDNS ഡൈനാമിക് DNS സർവീസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതും ഹോം സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. വിർച്വൽ സെർവേഴ്സ് നമുക്ക് ഇൻറ്റേർണലി കുറച്ച് മെഷീൻസ് ഒക്കെ ഉണ്ട്. അതിനെ വിർച്വൽ സെർവർ എന്ന രീതിയിൽ ഏതെങ്കിലും പോർട്ടിലേക്ക് റീഡയറക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വാൻ പോർട്ടും TCP ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ ഹോം സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. DMSZും ഡീമിലിറ്ററൈസ് സോൺ എന്നുള്ളതും കസ്റ്റം. നമുക്കൊരു സെർവറിനെ നമുക്ക് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിലൊരു DMSZ കോൺഫിഗറേഷൻ ഡീമിലിറ്ററൈസ് സോൺ എന്ന് പറയും. ഡീമിലിറ്ററൈസ് സോൺ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഡീമിലിറ്ററൈസ് സോൺ നമ്മളിങ്ങനെ ഹോം സെറ്റപ്പിൽ യൂസ് ചെയ്യാറില്ല. പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസസ് അതും നമ്മൾ അങ്ങനെ ഹോം സെറ്റപ്പിൽ അങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും യൂസ് ആകുന്നില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി സിസ്റ്റം സെറ്റിങ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് ലാൻഡ് സെറ്റിംഗ് വരുന്നുണ്ട്. ലാൻഡ് സെറ്റിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം ഞാൻ 255 സീരീസ് IP ആണ് കൊടുത്തേക്കുന്നത്. ബൈ ഡിഫോൾട്ട് വരുമ്പോൾ അത് 0യോ 1ഓ ഒക്കെ ആയിട്ട് വരും. കസ്റ്റമായിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇത് റീബൂട്ട് റിക്വേർഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് DHCP അഡ്രസ്സ് പറയാം. ഏതൊക്കെ അഡ്രസ്സ്, എത്ര അഡ്രസ്സ് ലീസ് ചെയ്യണം എന്നുള്ള കേസ് പറയാം. DHCP സെർവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന മെഷീൻസിനൊന്നും ഡൈനാമിക്കായിട്ട് IP കിട്ടില്ല. നിങ്ങൾ മാനുവലായിട്ട് IP ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ച് കോൺഫിഗറേഷനുള്ള കേസാണ്. ലീസ് ടൈം, എത്ര ടൈമിന് ശേഷം ഈ IP എക്സ്പയർ ആകണം. ഞാൻ 1 day കൊടുത്തിട്ടുണ്ട്. എക്സ്പയർ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഡിവൈസ് ആക്റ്റീവ് ആണെങ്കിൽ ഇത് റിന്യൂ ചെയ്തിരിക്കും, സെയിം IP തന്നെ കിട്ടും, അത് വലിയ കുഴപ്പമൊന്നുമില്ല. DNS നമുക്ക് സെപ്പറേറ്റ് DNS സെർവർ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ 200 and 254 IP സീരീസാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് സെറ്റിങ്സിനകത്ത് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ 241, 205, 208, 204, 244 ഇതൊക്കെയാണ് വന്നേക്കുന്ന IP അഡ്രസ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സിസ്റ്റം സെറ്റിങ്സിൽ പറഞ്ഞിട്ടുണ്ട് 200ന് ശേഷമുള്ള IP അഡ്രസ്സ് കൊടുത്താൽ മതി എന്നുള്ളത്. അതും ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് 5 ഡിവൈസേ ഉള്ളെങ്കിൽ ഈ പറഞ്ഞ 200 തൊട്ട് 205 വരെ 206 വരെ കൊടുത്ത് നമുക്ക് അതും സെക്യൂർ ചെയ്യാം. വേറെ ഡിവൈസിനും IP കിട്ടില്ല. റിസർവേഷൻ, ഇത് DHCP റിസർവേഷൻ എന്നുള്ളത് ഓരോ ഡിവൈസും നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 241, ഇപ്പോൾ എൻ്റെ മാക്കിന് കിട്ടിയിരിക്കുന്നത് 241 ആണ്, നിങ്ങളിത് കണ്ടതാണ്. 205 നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ലിങ്ക് ചെയ്ത് നമുക്ക് കൊടുത്തേക്കാം. വേറെ IP ഒന്നും ആ മെഷീന് വരത്തില്ല. ഈ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന IP മാത്രമേ അതിന് വരുള്ളൂ. എൻ്റെ സ്മാർട്ട് TVക്ക് എല്ലാം ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാൻ സെറ്റിങ്സ്, ഇതും കുറച്ച് കസ്റ്റം സെക്ഷനാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജിഗാബിറ്റ് ആണ്, അതുകൊണ്ടാണ് 1000 MTU വരും, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്നുള്ള കേസ് വരും. ഇതെല്ലാം ഡിഫോൾട്ട് വരികയാണ്. ഇതൊന്നും ഞാൻ ഒന്നും മാറ്റി കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കുന്നതാണ് നോർമൽ സെഷനിൽ ഏറ്റവും നല്ലത്. ടൈമിംഗ് നമ്മൾ ഓൾവേസ് നമ്മുടെ ഡൽഹി റീജിയൻ ടൈം സെറ്റിങ്സ് വരും. ലോഗിൻ പാസ്വേഡ്, ഇവിടെ നമുക്ക് പാസ്വേഡ് ഡിവൈസിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പാസ്വേഡ്, ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പാസ്വേഡ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. റീബൂട്ട് ആൻഡ് റീസെറ്റ്, ഇപ്പോൾ ഡിവൈസ് റീബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് റീബൂട്ട് ചെയ്യാം. റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് റീസെറ്റ് ചെയ്ത് ഫാക്ടറി സെറ്റിങ്സ് ആക്കാം. ഫേംവെയർ അപ്ഗ്രേഡ്, ഇതിപ്പം ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതേപോലെ ലോക്കൽ അപ്ഗ്രേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ അപ്ഗ്രേഡ് ചെയ്യാം. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എൻ്റെ ഡിവൈസ് ഇപ്പം ഓൾറെഡി കോൺഫിഗർഡ് ആണ്. ഇപ്പം ഞാനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കപ്പ് എടുക്കണം, പിന്നീട് ഞാൻ വീണ്ടും ചെയ്തിട്ട് അതിനെ റിസ്റ്റോർ ചെയ്യണം. പക്ഷേ ബാക്കപ്പ് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കേസിൽ നമുക്ക് റിസ്റ്റോർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എളുപ്പം സെറ്റിങ്സ് എല്ലാം റിസ്റ്റോർ ചെയ്യാൻ പറ്റും. റിമോട്ട് മാനേജ്മെൻറ്റ്, ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. റിമോട്ട് മാനേജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് മൊബൈൽ വഴി ഇൻ്റർനെറ്റ് വഴി നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റം സ്റ്റാറ്റസ്, ഇത് കണക്റ്റഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ഇൻ്റർനെറ്റ് സെറ്റിങ്സ് അല്ലെങ്കിൽ സിസ്റ്റം സെറ്റിങ്സ് കണ്ടതാണ്. സെയിം ഓപ്ഷൻ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വഴി സിസ്റ്റം സ്റ്റാറ്റസ് എന്ന രീതിയിൽ വരും. സിസ്റ്റം ലോക്സ് വരും, വൈഫൈ അപ്പ് അല്ലെങ്കിൽ ഡൗൺ ആകുന്ന സെഷൻസ് അങ്ങനെയുള്ള കേസെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ സിസ്റ്റം ലോക്സ് വരും. ഓട്ടോമാറ്റിക് മെയിൻ്റനൻസ് എന്നുള്ളത് ഞാനിവിടെ റീബൂട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ 3 മണി, ഇപ്പം 24 hours ടൈം വരുമ്പോൾ 3 എന്ന് പറയുമ്പം 3 മണി, വെളുപ്പിന് 3 മണിക്ക് ഇത് റീബൂട്ട് ആവും. ഇതും ഞാൻ നേരത്തെ വൈഫൈ ഓൺ ഓഫ് സ്കെഡ്യൂളർ പോലൊരു കേസാണ്. ഇത് ഒരു ദിവസം ഇതേപോലെ എനിക്ക് നൈറ്റ് ഒരു കോൾ വന്നു, എനിക്കത് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അത് ഏതാണ്ട് 2:30 സംതിങ് ആണ്. ഞാൻ ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നെറ്റെല്ലാം ഡിസ്കണക്റ്റ് ആയി. ഞാൻ വിചാരിച്ചു എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചിരുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് 3 മണിയാണ്, 3 മണിക്ക് സിസ്റ്റം റീബൂട്ട് ആവും. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഡിലേ റീബൂട്ടിംഗ് റൗട്ടർ വെൻ ഇറ്റ് എക്സ്ചേഞ്ചിങ് ഡാറ്റ വിത്ത് എ ഡിവൈസ് സ്പീഡ് ഗ്രേറ്റർ ദാൻ ഓർ ഹയർ ദാൻ 3K. എന്ന് വെച്ചാൽ ഞാൻ ആക്റ്റീവായിട്ട് ഏതെങ്കിലും ഡിവൈസ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റീബൂട്ട് നടക്കില്ല.
ഈ ഓപ്ഷൻ ഡിസേബിൾ ആണെങ്കിൽ എന്ത് പറ്റും? 3 മണിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലോ എന്നുള്ള കേസൊന്നും വിഷയമല്ല. ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് റീബൂട്ട് ആവും. ഇത് മെയിൻ്റനൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടെൻഡയുടെ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ജനറലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഒരൊറ്റ ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല സ്പീഡും നല്ല റേഞ്ചുമാണ്. റിലയബിൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് വേണമെങ്കിലും ടെൻഡയെ പറയാം. അത്രയേ ഉള്ളൂ.